വെൽക്കം ബാക്ക് ടു ആൻമിയ ട്രാവൽ ടെക്. കർണാടകയിലെ ഗുണ്ടിൽപേട്ടയിലുള്ള മുന്തിരിപ്പാടവും കണ്ടുകൊണ്ട് തൊട്ടടുത്ത് തന്നെയുള്ള മനോഹരമായിരിക്കുന്ന ഒരു ഗ്രാമത്തിലേക്കുള്ള യാത്രയാണിത്. ഗുണ്ടിൽപേട്ടയിലെ നിരവധി മനോഹരമായിരിക്കുന്ന ഗ്രാമങ്ങളുണ്ട്. എന്നാൽ ചില ഗ്രാമങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇന്നും നിഗൂഢമായിരിക്കുന്ന ചില ഇടങ്ങളുമുണ്ട്. അങ്ങനെ ഉള്ള ഒരു നിഗൂഢത നിറഞ്ഞ ഒരു ചുറ്റിപ്പറ്റിയുള്ള ഒരു ക്ഷേത്രത്തെ അന്വേഷിച്ചിട്ടുള്ള ഒരു യാത്രയാണിത്. പൊതുവെ കർണാടകയിലെ ഇങ്ങനെയുള്ള കുഗ്രാമങ്ങളിലേക്ക് ആരും അങ്ങനെ യാത്ര ചെയ്യാറില്ല. റോഡിൻ്റെ ശോചനീയാവസ്ഥ വേറെ ലെവൽ തന്നെയാണ്. പൊതുവെ യാത്രക്കാരെല്ലാം അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾ ഗുണ്ടിൽപേട്ടയിലെ ദേശീയപാതയായിരിക്കുന്ന ബത്തേരി മൈസൂർ പാതയിലെ മനോഹരമായിരിക്കുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ട് മടങ്ങാറാണ് പതിവ്. എന്നാൽ എൻ്റെ യാത്ര തികച്ചും ഒരു വ്യത്യസ്തമായിരിക്കും. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോഴും ഇതുപോലെ കർണാടകയിലെ ഉൾഗ്രാമങ്ങളിൽ ചെന്നുകൊണ്ട് അവിടെയുള്ള ചില മനോഹരമായ വീഡിയോ പകർത്തുകയുണ്ടായി. ഇന്നും അങ്ങനെയുള്ള ഒരു വീഡിയോ തന്നെയാണ്. ഉൾപ്രദേശങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ണെത്താ ദൂരത്തോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന നിരവധി പൂപ്പാടങ്ങളുണ്ട്. ദേശീയപാതയിലിരിക്കുന്ന അല്ലെങ്കിൽ മൈസൂർ ബത്തേരി പാതയിലുള്ളതെല്ലാം ഒരു പക്ഷേ നിങ്ങൾ 20, 30, 50 രൂപയും കൊടുത്തുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള കാഴ്ചകൾ അകത്ത് കയറി കാണുന്നത്. എന്നാൽ കുഗ്രാമങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ 1 രൂപയും കൊടുക്കാതെ ഫ്രീ ആയിട്ട് കാണാൻ കഴിയും എന്നത് മറ്റൊരു സത്യം തന്നെയാണ്. ഇവിടെ ആരും വരാറില്ല. പൊതുവെ സഞ്ചാരികളാരും ഇങ്ങോട്ട് കടന്നു വരാത്തത് കൊണ്ട് തന്നെ ഞാനും എൻ്റെ സുഹൃത്തും ഇതിലെ യാത്ര ചെയ്യുമ്പോൾ പലരും അതിശയത്തോടെയാണ് ഞങ്ങളെ നോക്കിയത്. ഏറെ നിഗൂഢം നിറഞ്ഞിരിക്കുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ കേട്ടിരുന്നു. അങ്ങനെ ആ ക്ഷേത്രത്തെ അന്വേഷിച്ചിട്ടുള്ള ഗ്രാമങ്ങളിലൂടെ ഒരു യാത്രയാണ്. പൊതുവെ കർണാടകയിലെ കന്നഡക്കാർ തികച്ചും കഠിനാധ്വാനികളാണ്. എങ്ങു നോക്കിയാലും കൃഷിപ്പാടങ്ങൾ തന്നെയാണ്. മഴ പെയ്തിട്ട് ഏകദേശം എൻ്റെ ദൃഷ്ടിയിൽ 1 വർഷമെങ്കിലും ആയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ ഇരുവശങ്ങളിലും കൃഷി വിളഞ്ഞിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നിഗൂഢമായിരിക്കുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. കർണാടകയിലെ ചാമരാജനഗർ ജില്ലയിലെ ഗുണ്ടിൽപേട്ടയിലെ ചരിത്രപ്രസിദ്ധമായ ഒരു ഇടം കൂടിയാണ് ആ ക്ഷേത്രം. വീരക്കല്ല് അതുപോലെ തന്നെ സ്മാരകത്തറയും സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. കേരളവുമായി അല്ലെങ്കിൽ നമ്മുടെ വയനാട് ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന ഈ പ്രദേശം പഴയ കാലത്ത് കന്നഡ, തമിഴ് സംസ്കാരങ്ങളുടെ ഒരു പ്രധാന സംഗമഭൂമിയായിരുന്നു. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഇടം കൂടിയാണ് ഈ കാണുന്ന ഗുണ്ടിൽപേട്ട എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമം. ഗംഗർ, ഹോയ്സലാർ, വിജയനഗര സാമ്രാജ്യം എന്നിവരുടെ ഭരണകാലത്ത് നിരവധി യുദ്ധങ്ങൾ നടന്ന ഒരു മേഖലയാണ് ഇത്. അക്കാലത്ത് കന്നുകാലികളെ സംരക്ഷിക്കാനോ ഗ്രാമത്തിൻ്റെ സുരക്ഷയ്ക്കായോ പോരാടി മരിച്ച ധീരന്മാരുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചവയാണ് ഈ സ്മാരകങ്ങളെല്ലാം. അങ്ങനെയുള്ള ഒരു ക്ഷേത്രമാണ് ഇന്ന് ഞാൻ കാണാൻ പോകുന്നത്. മനോഹരമായിരിക്കുന്ന പൂപ്പാടങ്ങൾക്ക് സമീപത്ത് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഏകദേശം ഒരു 12 കിലോമീറ്റർ ഗ്രാമങ്ങളിലൂടെ ഒരു നീണ്ട യാത്രയ്ക്കൊടുവിലാണ് ഈ പറഞ്ഞിരിക്കുന്ന നിഗൂഢത നിറഞ്ഞിരിക്കുന്ന ക്ഷേത്രത്തോട് ഞാൻ അടുത്തെത്തിയിരിക്കുന്നത്. പൊതുവെ ഇങ്ങോട്ടാരും വരാറില്ല. ഞാൻ പറഞ്ഞിരിക്കുന്ന ക്ഷേത്രം ഇത് തന്നെയാണ്. ഇവിടെയുള്ള കൊത്തുപണികൾ ഒരു പക്ഷേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തോന്നും എന്തോ ഒരു പ്രത്യേകത ഉണ്ട് എന്ന്. നിരവധി രഹസ്യങ്ങൾ നിറഞ്ഞ ഒരു ഇടവുമാണ്. അതുപോലെ തന്നെ മറ്റു ഭയപ്പെടുന്ന രീതിയിലുള്ള രഹസ്യങ്ങളും നിറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഇടം കൂടിയാണ് കാണുന്നത്. സത്യം എന്തെന്ന് വ്യക്തമായിട്ട് എനിക്കറിയില്ല എങ്കിലും ഇവിടെ പറയുന്നത് ഒരു ചരിത്രം തന്നെയുണ്ട്. പണ്ടുകാലത്ത് യുദ്ധത്തിലോ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിലോ വീരമൃത്യു മരിച്ച യോദ്ധാക്കളുടെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മരണശേഷം ചിതയിൽ ചാടി ജീവനൊടുക്കിയ സ്ത്രീകളുടെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ചതാണ് ഇവ എന്നാണ് കരുതപ്പെടുന്നത്. ഉയർന്നു നിൽക്കുന്ന ഒരു തറയ്ക്ക് മുന്നിലായി കൊത്തുപണികളോട് കൂടിയ കല്ലുകൾ സ്ഥാപിച്ചിരിക്കുന്നു. ഈ കല്ലുകൾ സാധാരണയായി ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കൈപ്പത്തിയുടെ
അല്ലെങ്കിൽ ആയുധമേന്തിയ വീരന്മാരുടെ രൂപങ്ങളോ ആകാമെന്നാണ് കരുതപ്പെടുന്നത്. കല്ലുകളിൽ കൊത്തിവച്ചിരിക്കുന്ന വളകൾ അണിഞ്ഞതും മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചതുമായ കൈപ്പത്തി സതി അനുഷ്ഠിക്കുന്ന സ്ത്രീയുടെ പ്രതീകമാണ്. ഭർത്താവിൻ്റെ മരണശേഷം ചിതൽ ചാടി ജീവത്യാഗം ചെയ്ത സ്ത്രീകളുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത്തരം മാസ്തിക്കല്ലുകൾ സ്ഥാപിക്കുന്നത്. ഇവിടെയുള്ള ഗ്രാമീണർ ഇത്തരം വീരന്മാരെയും മഹാസതിമാരെയും ഗ്രാമദേവങ്ങളായി കണ്ട് ആരാധിക്കാറുമുണ്ട്. ഏറെ ശാന്തത നിറഞ്ഞ ഒരു ഇടം കൂടിയാണിത്. എന്നാൽ നിരവധി ദുരൂഹ കഥകൾ ഇന്നും ഇവിടെ പ്രചരിക്കുന്നുണ്ട്. അതൊന്നും ഞാൻ പറയുന്നുമില്ല. ഉൾപ്രദേശങ്ങളിലെ മനോഹരമായ കാഴ്ച കണ്ടുകൊണ്ട് യാത്ര ഞാൻ തുടങ്ങുകയാണ്. കുഗ്രാമങ്ങളിലെ മനോഹരമായിരിക്കുന്ന ചില വീടുകളുമുണ്ട്. ചില വീടുകൾ കാണുമ്പോൾ വളരെ കൗതുകം തോന്നും. നമ്മുടെ നാട്ടിലെ വീട് ഈ ഗ്രാമത്തിലെ വീട് വളരെ വ്യത്യസ്തമായി കാണും. എങ്ങു നോക്കിയാലും കന്നടക്കാരുടെ കാർഷിക മേഖലയാണ് കാണുന്നത്. അല്പം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സൂര്യകാന്തി വിളവെടുത്ത് അതിൽ നിന്നും എണ്ണ ഉൽപ്പാദിക്കുവാൻ വേണ്ടി സൂര്യകാന്തിയുടെ വിത്തെടുക്കുന്ന മനോഹരമായ ഒരു കാഴ്ച കണ്ടിരുന്നു. എന്നാൽ അതൊന്ന് ഇറങ്ങി ചിത്രീകരിച്ച് കളയാം എന്നെൻ്റെ സുഹൃത്ത് പറഞ്ഞിരുന്നു. നല്ല വെയിലത്താണ് ഇവർ ഇവിടെ ജോലി ചെയ്യുന്നത്. സമയം 2 മണി കഴിഞ്ഞിരിക്കുന്നു. തണലിൽ നിന്ന് ജോലി ചെയ്യുന്നത് പോലെ മട്ടിലാണ് ഇവിടെയുള്ള കൃഷിക്കാർ ജോലി ചെയ്യുന്നത് ഈ വെയിലത്ത്. You weren't really
കന്നഡക്കാരുടെ കൃഷിപ്പാടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഇടങ്ങൾ തന്നെയാണ്. ഏക്കർ കണക്കിനാണ് ഇവർ ഇവിടെ കൃഷി ചെയ്യുന്നത്. എന്നാൽ ഒരു പുഴ പോലും ഇവിടെ കാണാൻ കഴിയില്ല. ഈ കാണുന്ന കൃഷിപ്പാടങ്ങളെല്ലാം വെള്ളം വരുന്ന ഒരു ഇടമാണ് ഈ കാണുന്ന ചെറിയ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു ഇടം. ഇവിടെ നിന്നും കിലോമീറ്ററോളം ദൂരത്തേക്കാണ് പൈപ്പ് വച്ച് ഇവർ കൃഷിക്ക് ആവശ്യമായ വെള്ളം എടുക്കുന്നത്. കേരളത്തിൻ്റെ അതിർത്തിക്ക് അടുത്തായതിനാൽ തന്നെ ഇവിടുത്തെ കർഷകരുടെ പ്രധാന വിപണി കേരളം തന്നെയാണ്. ഓണക്കാലത്ത് കേരളത്തിലേക്ക് ഇവിടെ നിന്നും വ്യാപകമായി ചെണ്ടുമല്ലിയും സൂര്യകാന്തിയും പൂക്കളും അതുപോലെ തന്നെ കാബേജ്, ഉള്ളി തുടങ്ങിയ നിരവധി പച്ചക്കറി ഇവിടെ നിന്നാണ് കയറ്റി അയക്കുന്നത്. അതിനെല്ലാം പ്രധാന സ്രോതസ്സ് ഈ കാണുന്ന ചെറിയ അങ്ങുമിങ്ങായുമായി ഇരിക്കുന്ന ചെറിയ ചെറിയ കുളങ്ങൾ തന്നെയാണ്. പണ്ടെങ്ങാണ്ടോ മഴ പെയ്തിരിക്കുന്ന ആ വെള്ളത്തിലാണ് ഇന്നും ഇവർ കൃഷി ചെയ്യുന്നത്. എന്നിരുന്നാലും ഇവിടുത്തെ കൃഷിക്കാരുടെ ടെക്നോളജി വേറെ ലെവൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. തൊട്ടു മുമ്പിൽ കാണുന്നത് കാബേജ് കൃഷി ചെയ്യുന്ന ഒരു ഇടമാണ്. എൻ്റെ സുഹൃത്ത് പറഞ്ഞിരുന്നു കാബേജ് കൃഷി താൻ കണ്ടിട്ടില്ല എന്ന്, അതൊന്ന് ഇറങ്ങി കാണണമെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, വാഹനം നിർത്തി. വളരെ മനോഹരമായിട്ടാണ് ഇവിടുത്തെ കൃഷിരീതികളെല്ലാം കാണുമ്പോൾ തോന്നുന്നത് തന്നെ. വെള്ളമില്ല എങ്കിലും ഉള്ള വെള്ളത്തിൽ ഇവർ കൃഷി ചെയ്യുന്നു. കാബേജ്, വെളുത്തുള്ളി തുടങ്ങിയവ വൻതോതിൽ കൃഷി ചെയ്യുന്ന ഒരു ഇടമാണ് ഈ കാണുന്നത്. കാലാവസ്ഥാ വ്യതിയാനം ചിലപ്പോഴെല്ലാം ഇവിടെ വിളവെടുപ്പിനെ ബാധിക്കാറുമുണ്ട്. എന്നിരുന്നാലും അവർ തോറ്റുകൊടുക്കാറില്ല. വൻതോതിൽ കൃഷി ഇവിടെ നടക്കുന്നുമുണ്ട്. ഒരു കാലത്ത് നമ്മുടെ കേരളത്തിലും ഇതുപോലെല്ലാം കൃഷി ചെയ്തിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. വളരെ രസകരമായിട്ട് ഇങ്ങനെ പറയട്ടെ, ഇന്ന് കന്നഡക്കാരുടെ മനോഹരമായിരിക്കുന്ന കൃഷിപ്പാടങ്ങൾ കാണുവാൻ വേണ്ടി നിരവധി മലയാളികളാണ് ഇവിടെ എത്താറുള്ളത്. ഈ ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ ജീവിതം തികച്ചും ലളിതവും കൃഷിയെ ആശ്രയിച്ചുമുള്ളതുമാണ്. ഇന്ത്യയുടെ ഭൂപാത്രം എന്നറിയപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കൃഷി പ്രധാന വരുമാന മാർഗമായിട്ടാണ് ഇവിടെയുള്ളവർ ചെയ്യുന്നത്. ഗുണ്ടിൽപേട്ടയിലെ ഭൂരിഭാഗം ആളുകളും കർഷകരോ കർഷക തൊഴിലാളികളോ ആയിരിക്കും. പരമ്പരാഗതമായ ഗ്രാമീണ അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. മൺചുമരുകളും ഓടം മേഞ്ഞതുമായ വീടുകൾ നിറഞ്ഞ ഉൾഗ്രാമങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. കന്നുകാലി വളർത്തലുകൾ ഇവരുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം തന്നെയായി മാറിയിരിക്കുന്നു. ഇത് കന്നഡക്കാരുടെ പയറ് കൃഷിയാണ്. തൊട്ടടുത്ത് തന്നെയാണ് വെളുത്തുള്ളി കൃഷി ചെയ്യുന്നതും. അതിനു മുമ്പ് വലിയൊരു കുളവുമുണ്ട്. ഇതിന് കുളമെന്നാണോ അതോ ആറ് എന്നാണോ പറയേണ്ടത് അറിയില്ല.
എന്നിരുന്നാലും ഈ കൃഷിക്ക് ആവശ്യമായ ജലസേചനം ഇവിടെ നിന്നാണ് എടുക്കുന്നത് തന്നെ. നിരവധി സഞ്ചാരികളാണ് ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം സന്ദർശിക്കാൻ വരുന്നത്. ഏകദേശം ഒരു 32 കിലോമീറ്ററോളം ഞങ്ങൾ കർണാടകയുടെ ഗുണ്ടിൽപേട്ടയ്ക്ക് പേരറിയാത്ത നിരവധി ഗ്രാമങ്ങളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തു. ഈ ഭാഗങ്ങളെല്ലാം വന്യജീവികൾ വിഹരിക്കുന്ന ഇടം തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ കരണ്ട് പാസ് ചെയ്തു പോകുന്ന വേലി നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായിരിക്കുന്ന ഗ്രാമത്തിൻ്റെ കാഴ്ചയും കണ്ടുകൊണ്ടുള്ള മറ്റൊരു യാത്രയാണ് ഇനി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.